ഹലോ ഓൾ, ഇനി നമുക്കൊരു കുട്ടി ഈവനിംഗ് വ്ലോഗ് കണ്ടല്ലോ. ടുഡേ സാറ്റർഡേ, അതുകൊണ്ട് ഞങ്ങളുടെ ഉറക്കൊക്കെ കഴിഞ്ഞ് സാവധാനം എഴുന്നേറ്റ ഒരു ഡേ ആണ്. മക്കൾക്ക് രണ്ടുപേർക്കും നല്ല കോൾഡും കഫും. അമ്മയ്ക്ക് പറ്റിയ നല്ലൊരു മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഉറക്കം എഴുന്നേറ്റ് വന്ന് ഞങ്ങളിത് ചൂടുകൂടി സൂപ്പ് കുടിച്ചു. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ മെഡിസിൻ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇത് കുട്ടികൾക്ക് എന്നല്ല ഏത് ഏജുള്ളവർക്കും കഴിക്കാം. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. മെയിൻലി 2 ഇൻഗ്രീഡിയൻസ് മതി. ചിലപ്പോൾ നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. ആദ്യം നമ്മുടെ പട്ട ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പൊടിക്കാൻ പാകത്തിനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എനിക്ക് ഇത്തവണ കിട്ടിയേക്കുന്ന പട്ട കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. യൂഷ്വലി ഞാൻ വാങ്ങിക്കാറുള്ളത് ഭയങ്കര തിന്നായിട്ടുള്ളതായിരുന്നു. ഇത്തവണ എനിക്ക് കിട്ടിയത് കുറച്ച് ഹാർഡ്. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പൊടിക്കാൻ നോക്കി. അപ്പോൾ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാനത് നമ്മുടെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ മിക്സിയിലിടുമ്പോൾ അത് പൊടിയാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇതിപ്പോൾ കാണുന്നത് പോലെ ഇത്ര ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനൊരു 4 to 5 ടൈംസ് മിക്സി കുറച്ച് നേരം ഓൺ ചെയ്ത് നിർത്തി അങ്ങനെ പൊടിച്ചെടുത്തതാണ്. എൻ്റെ ഇത്തിരി ഹാർഡായിരുന്നു പട്ട. പ്ലസ് നമുക്ക് ഒറ്റയടിക്ക് പൊടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്സി ഇങ്ങനെ ചൂടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് നിർത്തി പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് മാത്രമാണ് ജസ്റ്റ് ഒരു ടൈം എടുക്കുന്ന പരിപാടി. ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നത്. ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു 1/2 സ്പൂൺ കാലത്തും വൈകുന്നേരം ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. വലിയ ആൾക്കാരാണെങ്കിൽ ഒരു 1 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് തന്നെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇച്ചിരി ഹണി ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ കഴിക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മൾ കഴിച്ച അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഒരു 10 to 15 മിനിറ്റ്സിൽ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അത് ത്രോട്ടിൽ നിൽക്കില്ലല്ലോ. പിന്നെ നമ്മളത് പൊടിക്കുമ്പോൾ മാക്സിമം പൗഡറാക്കി പൊടിക്കുക. തരി ഉണ്ടെങ്കിൽ അവർക്ക് പിള്ളേർക്ക് സ്പെഷ്യലി അത് കഴിക്കുമ്പോൾ അത് കുറയ്ക്കലൊക്കെ തടഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നെ അവർ കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് കേട്ടോ. ഒരു 1 or 2 ഡേയ്സ് കഴിക്കുമ്പോഴേക്കും എത്ര നല്ല ചുമയുണ്ടെങ്കിലും അത് നന്നായിട്ട് മാറും കേട്ടോ. ഈവനിങ് ടൈമിലെ മെയിൻ ഒരു പരിപാടിയാണ് ഇവരെ പഠിപ്പിക്കാനിരുത്തുക എന്നുള്ളത്. ഹോട്ട് നെക്സ്റ്റ് ക്ലാസ് ഫിനിഷ്ഡ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുകയാണ്. വൈകുന്നേരത്തെ ഫുഡ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു. അത് അവർക്ക് ഇഷ്ടമാണ്. എരിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്. അതാണ് ഒരു വേഗം ഇരുന്ന് കഴിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ് കുഞ്ഞു വിശേഷങ്ങൾ. ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗുകളും വിശേഷങ്ങളും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന ടൈം ആയതുകൊണ്ട് മിക്കവരുടെ വീട്ടിലും കഫ് കോൾഡ്, പ്രത്യേകിച്ച് പിള്ളേരുള്ള വീടുകളാണെങ്കിൽ പറയേണ്ട. നിങ്ങൾ മെഡിസിൻ ഒരു 2 ഡേയ്സ് മിനിമം 2 ഡേയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 നേരം കാലത്തും വൈകിട്ടും 2 ഡേയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. പറഞ്ഞ ക്വാണ്ടിറ്റിയിലും കൂടുതലായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഇനി കുട്ടികൾക്ക് അതിങ്ങനെ കഴിക്കാൻ മടിയാണെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ 1/2 ടീസ്പൂൺ, ഒരു 1 ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഒരു 1/2 ടീസ്പൂൺ പൗഡർ ഇട്ടിട്ട് തിളപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളും എഫക്റ്റീവായിട്ട് കാണുന്നത് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നതാണ് എഫക്റ്റീവായിട്ട് കാണുന്നത്. ഇവിടെ കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവർക്ക് ഇങ്ങനെ കഴിക്കാനല്ല, വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താലും അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് അവർ കഴിച്ചോളും. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഡേക്കുള്ള ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ തലേദിവസം തന്നെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ അതൊന്ന് യൂഷ്വലി ഞങ്ങളിവിടെ ഫ്രൈ ചെയ്തെടുക്കാറാണ് പതിവ്. ഇവർക്ക് എല്ലാവർക്കും ബോൺലെസ് ആണ് ഇഷ്ടം. ഞങ്ങൾ ചെറിയ പീസായിട്ടുള്ള ബോൺലെസ് ആണ് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ മസാല പുരട്ടി വയ്ക്കും. നെക്സ്റ്റ് ഡേ ഉച്ചയാകുമ്പോഴേക്കും നന്നായിട്ട് മസാല പിടിക്കും. പിന്നെ അത് ജസ്റ്റ് ഫ്രൈ യൂഷ്വലി എയർ ഫ്രയറിലാണ് ചെയ്യാറ്. എയർ ഫ്രയറിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഞങ്ങൾ ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ എനിക്കെന്തോ ഒരു ഗ്രീൻ ടീ കുടിക്കാറില്ല. ഇന്നെന്തോ കുടിക്കാൻ തോന്നി. അപ്പോൾ ഇത് ഗ്രീൻ ടീ ഉണ്ടാക്കാണ്. ഞങ്ങൾ യൂഷ്വലി ഒരു 10 o'clock ആകുമ്പോഴേക്കും ഉറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി, ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.